ഹായ് ഗൈസ്, എല്ലാവർക്കും ബേസിക്കുകളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന രീതിയിൽ തിരഞ്ഞെടുക്കുക. പാരീസിലെ ബോസ്റ്റൽ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇവിടെ ആദ്യം നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടി സംഭവമാണ്. അതിനുശേഷമാണ് പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം. ഏറ്റവും അവസാനം ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഉദയംപേരൂർ സുനഹദോസ്, ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം, കുളച്ചൽ യുദ്ധം. ഇവിടെ ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധവുമാണ് ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടത്. പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പോളാവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഗോദാവരിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല. ഇവിടെ ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഹിതകാരിണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ, ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. ഇവിടെ 1ഉം 2ഉം ശരിയാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗവും സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കറുമാണ്. എന്നാൽ ആര്യ സമാജം സ്വാമി വിവേകാനന്ദനല്ല, ദയാനന്ദ സരസ്വതിയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ഇവിടെ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു എന്നതാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിർത്തിവെച്ചത് നിയമലംഘന പ്രസ്ഥാനമല്ല, നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിലല്ല, ബോംബെയിലായിരുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ വാവുവേലിയാണ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഓപ്ഷൻ എ ആനമുടി. ഖാദർ ഏത് മണ്ണിനത്തിന്റെ വകഭേദമാണ്? ഖാദർ എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ: അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരുവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് വീശുന്ന കാറ്റിനെയാണ് താഴ്വര കാറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ ആണ്. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1: കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്ക് ആകർഷിച്ചു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു, ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി.
ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവനയിൽ കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും ഭക്ഷ്യവിളകളിലേക്കല്ല, ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കാണ് ആകർഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് എന്നാണ്? ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് 1970 പകുതി മുതൽ 1980 പകുതി വരെയായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് 1960 മുതൽ 1970 വരെ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1991 നിലവിൽ വന്നു. ഗാട്ടിന്റെ പിൻഗാമിയായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഗാട്ട് സ്ഥാപിതമായത് 1948 ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളവ. 1 തെറ്റാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 നിലവിൽ വന്നത്. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം, ഇതെല്ലാം. ഇവിടെ ഓപ്ഷൻ ഡി ഇതെല്ലാം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് ആയി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? നീതി ആയോഗുമായി ഇവിടെ യോജിക്കാത്ത പ്രസ്താവന നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നതാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെ പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണ്. ഇവയെല്ലാം ശരിയാണ്. എന്നാൽ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ്? ഇവിടെ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏതു വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ സൗജന്യമായ വിദ്യാഭ്യാസം ഓപ്ഷൻ ബി 2002 ഭരണഘടനാ ഭേദഗതി വന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇവിടെ അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും, അനുച്ഛേദം 44 സിവിൽ നിയമസംഹിത, 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി, 79 പാർലമെന്റ് രൂപീകരണം. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന അനുച്ഛേദം 38 അനുച്ഛേദം 38 ജനക്ഷേമ സാമൂഹിക വ്യവസ്ഥിതി ചെയ്യുന്നതിനാണ്. എന്നാൽ തുല്യനീതിയും സൗജന്യ നിയമസഹായവും വരുന്നത് 39A ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? വിവരാവകാശ നിയമപ്രകാരം 20 വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുക. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതാണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഓപ്ഷൻ ബി മർബറി വേഴ്സസ് മാഡിസൺ കേസിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതും പാർലമെന്റ് എന്ന പദം പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് എന്നതുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റ് എന്നത് ഒരു ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് അല്ല എടുത്തിരിക്കുന്നത്, ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി അനുച്ഛേദം 26 ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. പ്രൊറോഗേഷൻ എന്നത് ഒരു സിറ്റിംഗ് അവസാനിക്കുന്നു, ഒരു ലോക്സഭയെ പിരിച്ചുവിടുന്നു, ഒരു സെഷൻ അവസാനിക്കുന്നു, ഇതൊന്നുമല്ല. ഇവിടെ
പ്രൊറോഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെഷൻ അവസാനിക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? വിദ്യാബാലൻ, മമ്മൂട്ടി, രജനീകാന്ത്, രാജ്കുമാർ റാവു. ഇവിടെ രാജ്കുമാർ റാവു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പ്രകാരം 1,00,000 രൂപയാണ് സഹായമായി ലഭിക്കുക. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ്? MC ജോസഫൈന് മുൻപ് വനിതാ കമ്മീഷനായിരുന്ന വ്യക്തി ഓപ്ഷൻ ഡി ശ്രീമതി KC റോസക്കുട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഓപ്ഷൻ ഡി സുകൃതം. P. സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? P. സച്ചിദാനന്ദന്റെ മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകമാണ് ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തതാണ് ഓപ്ഷൻ ബി മലേറിയ. ക്യാൻസർ, പ്രമേഹം, അമിതഭാരം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഓപ്ഷൻ എ കരളാണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഓപ്ഷൻ എ ജീവകം ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? പിങ്ക് റിബൺ സ്തനാർബുദത്തിന്റെ പ്രതീകമാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മരണാനന്തര അവയവദാന പദ്ധതിയാണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് എവിടെയാണ്? സിറിഞ്ചിന്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിന്റെ കസേരയിൽ. ഇവിടെ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെല്ലാമാണ്? ഇവിടെ എല്ലാം വ്യത്യസ്ത വേഗതയുള്ളവയാണ്. മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്ന ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എത്രയാണ്? 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തു ചെയ്ത പ്രവൃത്തി 4000 ജൂളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിലെത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. LVM-3 എന്നത് വിക്ഷേപണ റോക്കറ്റാണ്. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. LVM-3യുടെ 3ാമത്തെ ഓപ്പറേഷൻ പറക്കലല്ല, 5ാമത്തെ ഓപ്പറേഷൻ പറക്കലായിരുന്നു. ഭാരം കൂടുതലായിട്ടുള്ള ഒരു വിക്ഷേപണമായിരുന്നു ഇത്. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ എന്തിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉം. n = 3, l = 2, m = 1, n = 3, l = 2, m = 0. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ലോഹ സ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്?
ഇവിടെ ഓപ്ഷൻ എ ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പറിനെ നീക്കം ചെയ്യുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? സുസുമു കിറ്റഗാവ, ഒമർ യാഗി, ജോൺ എം മാർട്ടിനസ്, റിച്ചാർഡ് റോബ്സൺ. ഇവിടെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ജോൺ എം മാർട്ടിനസ് ആണ്. സുസുമു കിറ്റഗാവയ്ക്കും ഒമർ യാഗിക്കും റിച്ചാർഡ് റോബ്സനുമായിരുന്നു 2025 രസതന്ത്ര നോബൽ സമ്മാനം. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തവുമായി അറിയപ്പെടുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി കേകയാണ് കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര് എന്താണ്? ഇവിടെ ഓപ്ഷൻ എ വിഗതകുമാരനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് എന്താണ്? മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം ഇശൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുൻപ് ജന്മം കൊണ്ട ക്വസ്റ്റ്യൻസ് ആണ്. Either you or I to choose the post. ഇവിടെ ഓപ്ഷൻ ബി ആം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Either you or I am to choose the post. The passive form of you need not to submit the document. ഇവിടെ ഓപ്ഷൻ സി the document need not to be submitted. They were not ashamed to hug each other. They were not ashamed to hug each other. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Get ready for the descent is an example of imperative sentence ആണ്. She will take up the position of manager tomorrow. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വേർഡ് maneuverന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഓപ്ഷൻ സിയിലാണ്. If I knew her address, I could write a letter to her. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Synonym of succumb is yield, relent, revolt, conquer. ഇവിടെ all of the above ആണ് ശരിയായിട്ടുള്ള ഉത്തരം. I asked him, can you join the team today? Change the sentence into reported speech. ഇവിടെ I asked him if he could join the team on that day. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. The idiom stand for stop avoiding the main issue and speak directly. ഇവിടെ ഓപ്ഷൻ സി beat around the bush ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? അതിരഥൻ എന്നതിൻ്റെ ശരിയായിട്ടുള്ള പദം ഓപ്ഷൻ ബി ആണ്. ഉപക്രമം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഉപക്രമം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി ഉപസംഹാരം എന്നതാണ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ പൂ പ്ലസ് അമ്പ് എന്നാണ് വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതാണ്? ഇവിടെ സ്ത്രീലിംഗമായിട്ട് വരുന്നത് നങ്ങ്യാർ എന്നതാണ്. മഞ്ഞ് എന്നതിന് അർത്ഥം വരാത്ത പദം ഏതാണ്? ഹിമം, നീഹാരം, തുകിനം തുടങ്ങിയവ മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ്. എന്നാൽ തൂലം മഞ്ഞിൻ്റെ പര്യായ പദം അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി മിടുക്കർ എന്നതാണ്. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഓപ്ഷൻ സി വഴി കാണിക്കുക എന്നതാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഓപ്ഷൻ എ പിപാസു എന്നതാണ്. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഇവിടെ 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുമ്പോൾ ഓപ്ഷൻ ബി 10, 15 എന്നതാണ് വരിക. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ്? ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി എന്നതാണ്. അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.